വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ അത്താഴം സ്പെഷ്യൽ വ്ളോഗാണ്. അതായത് റമദാന് നമ്മൾ സ്പെഷ്യലായിട്ട് അത്താഴം കഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നോമ്പിൽ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ ചോറ് കഴിക്കാണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാനൊരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അത്താഴത്തിന് ചോറാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് കാര്യമായിട്ട് സ്നാക്സും ഡ്രിങ്ക്സും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. സ്ട്രെയിറ്റായിട്ട് ദോശയും എഗ് റോസ്റ്റും ആയിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ പിന്നെ വേഗം അത്താഴത്തിൻ്റെ തയ്യാറെടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇഫ്താറിന് ശേഷമാണ് ഞാനതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെമ്മീൻ നിങ്ങൾ ഫ്രഷായിട്ട് പോയി വാങ്ങിക്കുന്നതാണോ അതോ എപ്പോഴും ചെമ്മീൻ ഉണ്ടാവാറുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ നല്ലത് കാണുമ്പോൾ ഫ്രഷായിട്ട് കാണുമ്പം നമ്മളിങ്ങനെ വാങ്ങിച്ച് വയ്ക്കും. ഒരു മാസത്തോളമൊക്കെ നമുക്ക് ചെമ്മീൻ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം ഐസോട് കൂടിയിട്ട് തന്നെ ചെമ്മീൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മാത്രം എടുത്തത് അന്നത്തേക്കുള്ളത് മാത്രം വെള്ളത്തിലിട്ട് വയ്ക്കുള്ളൂ. എല്ലാം കൂടി വെള്ളത്തിലിട്ട് വയ്ക്കാറില്ല. എന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കും. മൊത്തത്തിൽ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാറില്ല കേട്ടോ. പിന്നെ തൊലിച്ചും വയ്ക്കാറില്ല. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ ഉപ്പേരിക്കായിട്ടുള്ള വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കാറ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോമ്പിനൊക്കെ ഇടയ്ക്കൊരു പുളിയുള്ള ഐറ്റംസൊക്കെ കഴിക്കാനൊരു ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അപ്പം തൈര് കറിയും ചോറുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ കറിക്കുള്ളത് ചോറ് ഞാൻ ആദ്യം തന്നെ ഇഫ്താറിന് മുമ്പേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ചധികം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം അതിൻ്റെ കൂടെ 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തൊടിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെമ്മീനൊന്ന് തൊലിച്ചെടുക്കാനുണ്ട്. ചെമ്മീൻ ഐസൊക്കെ പോയിട്ടുണ്ട്. വല്ലാണ്ട് ഐസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊലിക്കാൻ ഭയങ്കര പാടാകും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഐസോട് കൂടിയിട്ട് തൊലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൊലി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സ്നാക്സും ഡ്രിങ്ക്സും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശയും എഗ് റോസ്റ്റും ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിടക്കാൻ നേരത്ത് ഈ അത്താഴം കഴിച്ചിട്ട് കിടക്കാമെന്നാണ് പ്ലാന്. അല്ലാണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നമ്മൾ ഈ ചോറൊന്നും കഴിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പം ഒരു 10-12 മണിക്കൊക്കെ ഇത് കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീൻ വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വെണ്ടയ്ക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. വെണ്ടയ്ക്ക ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരിയാക്കിയിട്ട് എടുക്കുകയാണ്, ഫ്രൈ ആക്കുന്നില്ല. നോമ്പിനിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വയറിന് ഭയങ്കര ഹെവി ആയിരിക്കും അത്താഴത്തിൻ്റെ സമയത്തൊക്കെ നമ്മളങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇന്നത്തെ വെണ്ടയ്ക്ക റെസിപ്പി. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് വേവട്ടെ, ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റട്ടെ. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരച്ചിട്ട് ഒഴിക്കാനുള്ളതുണ്ടല്ലോ, അത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്ലെൻഡറിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈരും പിന്നെ ചെറിയൊരു കഷ്ണം ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. തൈര് ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പം അരഞ്ഞ് കിട്ടില്ല. നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം, എന്നാലേ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം കുമ്പളങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കറി ആയാലേ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത്.
അപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കറി തിളച്ച് പോകാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ കുമ്പളകൾ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചൊഴിക്കാം. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ പുളിക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. അപ്പം കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം അത് ഇളക്കി കൊടുക്കുന്നില്ല, സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇളക്കുന്നുള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ആ പാനിലേക്ക് തന്നെ കടുക് വീണ്ടും പൊട്ടിച്ചിട്ട് ഞാൻ വെണ്ടക്ക ഒന്ന് കടുക് വറുക്കാൻ പോവാണ്. അപ്പം കടുക് വറുത്ത ശേഷം അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതാണ് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെണ്ടക്ക റെസിപ്പി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മളിത് കടുക് വറുത്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഇതവിടെ ഇരുന്നിട്ട് വെണ്ടക്ക റെഡി ആവുന്നവരെ അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വെണ്ടക്ക റെസിപ്പി. പിന്നെ ഞാൻ ചെമ്മീൻ ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കഷ്ണം തക്കാളി, കുറച്ച് മുളക് പൊടി, ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെമ്മീൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചട്ടിയിലാണ് ചോറ് കഴിക്കാറ്, ആ ചെമ്മീൻ്റെ ചട്ടിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ചെമ്മീനിൻ്റെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം, അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്കടെ ഒരു വീഡിയോ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നിട്ട് വറ്റട്ടെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ വിഭവം റെഡിയാകും. എല്ലാം സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ അത്താഴത്തിൻ്റെ ഒക്കെ നോക്കേണ്ടത്. വല്ലാണ്ട് ഓയിലി ആയിട്ടുള്ളത് അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചിട്ടുള്ള വെണ്ടയ്ക്കും റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത് ഈ വെള്ളത്തിൽ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വറ്റി വരണം. അപ്പോഴേ ആ ഒരു ചട്ടിയിൽ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീനും റെഡി ആയിട്ട് നല്ല മസാല കോട്ടിങ്ങുള്ള ചെമ്മീനായിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. പിന്നെ സാധാരണ നമ്മൾ അത്താഴം കഴിക്കുന്നത് ഒരു 3:30 ആ ഒരു സമയത്താണ് കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിലാണ് ആ സമയത്ത് കഴിക്കുക. ദോശയൊക്കെയാണ് സമയത്ത് കഴിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചോറായതുകൊണ്ട് കുറച്ച് നേരത്തെ കഴിക്കുകയാണ്. നമ്മൾ ആ ഒരു നേരത്തെ ചോറ് കഴിക്കുമ്പം ശരിയാവില്ല. അപ്പം ഒരു 12 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇതിപ്പോൾ കഴിക്കുന്നത് കേട്ടോ. പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വറ്റിച്ചത്, കുമ്പളങ്ങ തൈര് കറി, പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ കുറച്ചൊരു മാന്തൾ ബാക്കിയുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടമുളകും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ആ ഒരു സമയത്ത് അതൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കഴിക്കും എന്നൊക്കെ, വെറുതെ ഒന്ന് ഫ്രൈ ആക്കിയെന്നുള്ളൂ. പിന്നെ വെണ്ടക്ക ഉപ്പേരി. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ തവണത്തെ നോമ്പിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്താഴത്തിന്, അതായത് 3:30 ആ ഒരു സമയത്തൊക്കെ നമ്മൾ എണീറ്റിട്ട് കഴിക്കുന്ന വിഭവങ്ങൾ. അതായത് മെയിനായിട്ട് നമ്മൾ കഴിക്കാറ് ഈ പാൽക്കഞ്ഞി, പാൽ പിഴിഞ്ഞത്, ഈ ചെറുപഴം കൊണ്ടുള്ള പാൽ പിഴിഞ്ഞതുണ്ടല്ലോ അത്, അല്ലെങ്കിൽ അവിൽ മിൽക്ക്, പിന്നെ ദോശ, ചായ,
ലൈറ്റായിട്ട്. അങ്ങനെ ലൈറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട്. പിന്നെ ചോറ് കഴിക്കുന്നവരുണ്ട് കേട്ടോ. ചോറും പഴം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുന്നവരുണ്ട്, ചെറുപഴം കൂടി കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഭാഗത്തൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ചോറ് കഴിക്കുന്നത്. ചോറ്, പഞ്ചസാര, പഴം, പപ്പടം ഇതെല്ലാം കൂടി കുഴച്ചിട്ട്. അപ്പോൾ ചെമ്മീൻ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യാറ്. കുറച്ച് ചെമ്മീനെടുത്ത് മാറ്റി വയ്ക്കും, എന്നിട്ട് പിന്നെ ചോറ് അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി അതിൻ്റെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പോൾ ഞാൻ ചെമ്മീൻ ചട്ടിച്ചോറിൻ്റെ വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിന് നമ്മൾ ചോറ് അങ്ങനെ കഴിക്കാറില്ല എന്നുള്ളതൊക്കെ. എങ്ങനെയാണ് ചോറ് കഴിക്കാണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പത്തിരി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും, അത്താഴത്തിനും അത് തന്നെ കഴിക്കാറെന്ന്. അങ്ങനെ നോമ്പ് 30 ദിവസവും പത്തിരി, ദോശ അങ്ങനത്തെ വിഭവങ്ങളൊക്കെയാണ് കഴിക്കാറ്, ചോറ് അങ്ങനെ കഴിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചോറ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്, ചോറും കറികളൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കാം. പ്രത്യേകിച്ച് നോമ്പിന് ഈ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ പുളിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ അത്താഴം ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അത്താഴം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.